ഞാൻ തോറ്റുപോയി മേമ. ആമ ലൂസ്. ഒരു വശത്ത് എന്റെ സീമോളെ നഷ്ടപ്പെട്ടതിന്റെ വേദന, മറ്റൊരു സൈഡില് സീതയ്ക്ക് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നുള്ള വേദന. എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല മേമ. എന്റെ മകൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന ഞാനും കാണുന്നുണ്ട്. നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഞാനും അനുഭവിക്കുന്നുണ്ട്. അപ്പോ നിന്റെ കണ്ണൊന്ന് നിറയുമ്പോ എന്റെ കണ്ണിൽ ഇരട്ട് നിറയുന്ന പോലെ അപ്പോ എനിക്ക്. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മകൻ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച നിന്റെ വിഷമം ഒരു അല്പമെങ്കിലും കുറഞ്ഞു കിട്ടും. അപ്പോഴേ ഈ അമ്മയുടെ മനസ്സിനും സമാധാനം ഉണ്ടാവും. അതുകൊണ്ടപ്പോ എന്റെ കുട്ടി ഇന്നോ നാളെയോ മേമാന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയായിരുന്നു. അതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നീ ഇങ്ങോട്ട് വന്നല്ലോ. എനിക്കറിയാം മേമ. മേമയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും സീത പഴയതുപോലെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലല്ലോ മേമ. അതായിരിക്കും എന്റെ വിധി. നീ ഇങ്ങനെ പേടിച്ച എങ്ങനെയപ്പോ? ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി നമുക്ക് കാണിച്ചു തരും. നീ ധൈര്യമായിട്ടിരിക്കും. നിന്റെ സീതയ്ക്കും നീ വിശ്വസിക്കുന്ന സ്നേഹത്തിന് ഒന്നും വരില്ലടാ. ധൈര്യമായിട്ടിരിക്കും. മേമ, എന്റെ സീതയ്ക്ക് ഭേദമാവില്ലേ? ഭേദാവൂടാ. അവള് പഴയതുപോലെ ആവില്ലേ മേമ? ആവും മോനെ. എല്ലാം ആദ്യത്തെ പോലെ ആയിക്കോളും. റാം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അമ്മേ, ഈ മൊത്തം ലോകത്തും ഒരൊറ്റൊരു ചന്ദ്രനല്ലേ ഉള്ളൂ? വേറെ ചന്ദ്രനൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോ ഞാൻ കാണുന്ന ചന്ദ്രനാണോ നിങ്ങളും കാണുന്നേ?
അല്ലല്ല, ഞാൻ ശരിക്കും ഇന്റലിജന്റാ. വേണമെങ്കിൽ നീ എന്റെ സ്കൂളിൽ പോയി ചോദിച്ചോ. ഞാനാ എപ്പോഴും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നത്, അറിയോ? നോക്ക്, ഞാൻ എന്താ പറയുന്നേ, നീ എന്താ പറയുന്നേ? തല തിന്നുന്ന കിറുക്കിയാ നീ. കിറാക്കിയോ? ഈ രക്ഷാബന്ധനത്തിലൊക്കെ കിട്ടാറുണ്ട്. ആ റാക്കി എനിക്കറിയാം. ഇതേതായി കിറാക്കി? എടാ, എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നേ? ഞാൻ എന്താലോചിക്കാൻ അശോക? സീതയ്ക്ക് ഓക്കെ ആവും, മറ്റൊരു കുട്ടി വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആവുമെന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോടാ. സീതയെ കണ്ടീഷനിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അശോക. എടാ, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. എടാ, എന്റെ പേടി എന്താണെന്നറിയോ? ഇങ്ങനെ പോയാ എന്റെ സീത എനിക്ക് നഷ്ടപ്പെടുവോന്ന്. സീത ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പൂന്റെ ഭാവി എന്താവോ അച്ഛാ? അച്ഛൻ പറഞ്ഞതുപോലെ സിഹിയുടെ പ്രായത്തിലുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്ന് നോക്കി, സീതയുടെ മുമ്പിൽ നിർത്തി നോക്കി. പക്ഷെ അവള് ആ കുട്ടിയെ സിഹിയായിട്ട് അംഗീകരിക്കാൻ പോലും തയ്യാറല്ല. നിങ്ങളാണെങ്കിൽ സീതയെ ഒന്ന് ആശുപത്രിയിലാക്കാനും തയ്യാറാവുന്നില്ല. ഇനി നമ്മൾ എന്താ അച്ഛ ചെയ്യേണ്ടത്? എന്റെ തലയിലും വെറും ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ മോളെ. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്റെ അടുത്തില്ല. സീത ഒരു ഷോക്കിൽ ഇത് പറഞ്ഞതായിരിക്കും. പക്ഷെ അവൾക്ക് നഷ്ടപ്പെട്ടത് ജീവന്റെ ഒരു ഭാഗമാണടാ. ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇത് സിഹിയാണെന്ന് പറഞ്ഞാ അത് അവളുടെ കുട്ടിയാണെന്ന് അവൾക്ക് എങ്ങനെ അത് അംഗീകരിക്കാൻ പറ്റും? സിഹിയുടെ സ്ഥാനം സിഹിക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റൂ. സിഹി, സീത, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവള് എന്റെ മോള് സിഹിയാ. ഇവള് നമ്മളെ മകളല്ല സീത. ഇല്ല റാം, സിഹി. ഇല്ല സുഖ, സീത വേറെ ഏതോ ഒരു കുട്ടിയെ കണ്ട് എന്റെ മകളാന്ന് പറഞ്ഞിരുന്നു. എന്ത്? സ്കൂൾ ഡേ ഫംഗ്ഷനിൽ ഏതോ ഒരു കുട്ടിയെ കണ്ട് സിഹി സിഹി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സീത സിഹി സിഹി എന്ന് പറയുന്നത് കയ്യിലുള്ള പാവയല്ലേ? സീതയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ രാമന് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും മോളെ? സീതയ്ക്ക് എത്രയും വേഗം ഭേദമാവണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് ഞാൻ അവളെ നിങ്ങൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറയുന്നത്. നമ്മുടെ അപ്പൂന്റെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ വെച്ച് നശിച്ചുകൊണ്ടിരിക്കുകയല്ല അച്ഛാ. ഇങ്ങനെ അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ എന്നെ കൊണ്ടാവില്ല അച്ഛാ. അപ്പോ ഞാൻ എടുത്ത് വളർത്തിയ കുട്ടിയല്ല അച്ഛാ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥനായ അപ്പൂവിന് ഞാൻ അച്ഛനും അമ്മയായി വളർത്തിയത്. പക്ഷെ ഇപ്പോ അവന്റെ കുട്ടിയെ നഷ്ടപ്പെട്ട് ഭാര്യയും കൂടെ ഇല്ലാത്ത രീതിയിൽ അവൻ ജീവിക്കുന്നത് കാണുമ്പോ എനിക്കിതൊന്നും സഹിക്കാനാവുന്നില്ല അച്ഛാ. എന്ന് കരുതി കെട്ടിയ പെണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് കൈവിട്ട് കളയാൻ പറ്റുമോളെ? അയ്യോ അച്ഛാ, ഞാൻ എപ്പോഴാ അച്ഛാ അപ്പൊ സീതയെ കൈവിടണമെന്ന് പറഞ്ഞത്? സീത ഈ വീട്ടിലെ വിളക്ക, അതങ്ങനെ അണഞ്ഞു പോവാൻ പാടില്ല അച്ഛാ. അവളെ സംരക്ഷിക്കണം. സീതയെ നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാ അച്ഛാ. അസുഖം ഒന്ന് ഭേദമായി കിട്ടിയ മാത്രം മതി. നിന്റെ ആകുലത എനിക്ക് മനസ്സിലാവും മോളെ. പക്ഷേ ഈ സമയത്ത് എനിക്ക് യാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല മോളെ. നമുക്ക് ആലോചിക്കാം. മറ്റൊരു കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് തെറ്റ് ചെയ്തത് ഞാനാ. കണ്ണിനറിയില്ലെങ്കിലും കരളറിയാതിരിക്കുവോ? ഇത്ര പ്രായമായിട്ടും ഇതൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ മോളെ.
കേക്ക്. എടാ എന്തു പറ്റി? എനിക്കെന്തോ ഞാനെന്തോ മിസ്റ്റേക്ക് ചെയ്തപോലെ തോന്നുവാടാ. എന്താ? എടാ സീതയുടെ കൺമുമ്പില് ഏതെങ്കിലും ഒരു കുട്ടി വന്ന് അതിനെ സിഹിയായിട്ട് അവള് കാണുമെന്നാ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അല്ല, സീതയുടെ കൺമുന്നിൽ ഒരു പർട്ടിക്കുലർ കുട്ടി വന്നെങ്കിൽ മാത്രമേ അതിനെ സിഹിയായിട്ട് അവൾ അംഗീകരിക്കുകയുള്ളൂ. ഏത് കുഞ്ഞാടാ? സിഹിയുടെ സ്കൂളിലെ ഫംഗ്ഷനിൽ ഏതോ ഒരു കുട്ടിയെ കണ്ടിട്ട് അവള് സിഹി സിഹി എന്ന് വിളിച്ചായിരുന്നു. ആ കുട്ടി എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് സ്കൂളിലെ ഫംഗ്ഷന് അതിനെ അവള് റെഡിയാക്കുകയും ചെയ്തിരുന്നു. ആ ഫംഗ്ഷനെ ആ കുട്ടി ഒരു ഡാൻസ് കളിച്ചു. ഞാനപ്പോ ഫോണിൽ എന്തോ ബിസി ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റ് ഞാൻ ആ ഡാൻസിന്റെ കുറച്ച് പാർട്സ് കണ്ടപ്പോ ആ കുട്ടിയെ കാണാൻ സിഹിയെ പോലെ തന്നെ എനിക്ക് തോന്നിയടാ. അതെയോ? അതെ അശോക, ഞാനെന്നാ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് സംസാരിക്കാന്ന് വിചാരിച്ച് സ്റ്റേജിലോട്ട് കയറിയപ്പോ ഫയർ അലാം ഓണായെന്നേ. അപ്പോഴേക്കും കുട്ടികളൊക്കെ ചിതറി ഓടി. അത് കഴിഞ്ഞ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി വീണ്ടും ഞങ്ങളുടെ കാറിന് മുമ്പിലേക്ക് വന്നു. അവള് സിഹിയുടെ മാസ്ക് ഇട്ടിരുന്നു. ആ കുട്ടിയെ എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഏതോ ഒരു സ്ലമ്മിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ആ സമയത്താ നീ എന്നെ ഫോൺ ചെയ്ത്. ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ സീത പെട്ടെന്ന് എന്റെ മകള് സിഹി സിഹി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന്റെ പുറകെ അങ്ങ് പോയി. അപ്പോ സീത ആ കുട്ടിയെ സിഹിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എടാ എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. ബട്ട് നിർഭാഗ്യവശാൽ ഞാൻ ആ കുട്ടിയെ കണ്ടില്ല അശോക. ഒരു കാര്യം ചെയ്യാം അശോക, നാളെ സീയുടെ സ്കൂളിൽ പോവാം. ആ കുട്ടി ആരാ എന്താന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടാതിരിക്കില്ല. ശരിടാ, നാളെ തന്നെ പോവാം. അയ്യോ മരങ്ങോടി, മരംകോടി എന്ന് പറഞ്ഞ മരംകോടിയല്ല, മരങ്ങോടിന്ന്. എന്താണെന്നാ മണ്ടി എന്ന്. നോക്ക്, എന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊന്നും വിളിക്കാൻ നിൽക്കണ്ട. അയ്യോ മുകളിലേക്ക് നോക്ക്, അവിടെ ചന്ദ്രനെ കണ്ടില്ലേ? എല്ലാവർക്കും ഉള്ളത് ഒരൊറ്റ ചന്ദ്രനല്ലേ? അതെ, എവിടെയോ നിന്നുകൊണ്ട് എന്റെ അമ്മ ഇതേ ചന്ദ്രനെ തന്നെ നോക്കുമായിരുന്നെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. നീ വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? അത്രേ ഉള്ളോ? ഞാനും എന്റെ സീതമ്മയും നിലാവത്ത് ചോറ് കഴിക്കാറുണ്ടല്ലോ. ആണോ? എന്റെ സീതമ്മ എനിക്ക് അമ്പിളിയമ്മാവന്റെ കഥ പറഞ്ഞു തന്ന് ഭക്ഷണം വാരി തരാറുണ്ടല്ലോ. എന്നിട്ടോ? എന്തെന്നിട്ടോ? പിന്നെ എന്താ ഉണ്ടാവുമെന്ന് പറ. പിന്നെ സീതമ്മ ആ കഥ പറഞ്ഞ് പറഞ്ഞ് അച്ഛനെയും എന്നെയും മടി കിടത്തി ഉറക്കുമല്ലോ. ഞങ്ങളും ആ കഥ കേട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവല്ലോ. എന്തു പറ്റി? ഒന്ന് പോ തമ്പ്രാട്ടി ഇവിടുന്ന്. എന്നെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിപ്പിക്കണ്ട. എനിക്കും എത്ര കൊതിയൊക്കെ ഉണ്ടെന്ന് അറിയോ? അച്ഛന്റെ അമ്മയുടെ ഒക്കെ സ്നേഹം കിട്ടണമെന്ന്. എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കുന്നത്? നിനക്ക് അമ്മയില്ല, എനിക്ക് അമ്മയുണ്ടായിട്ടും ഞാനേ ഇല്ല. സീതമ്മയ്ക്കോ? എന്നിട്ട് വേറെ ഏതോ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇത് സിഹിയാന്ന് പറഞ്ഞപ്പോ സീതമ്മ വിശ്വസിച്ചില്ല, അറിയോ? എന്നിട്ട് പക്ഷെ നീ എന്ന് വെച്ചാ എന്റെ സീതമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ടാ അന്ന് സ്കൂൾ ഡേക്ക് നിനക്ക് ഡ്രസ് ചെയ്ത് തന്നത്, നിന്നെ സ്നേഹിച്ചത്, അറിയോ? നീ എത്ര ഭാഗ്യമുള്ള കുട്ടിയാ. നിനക്ക് അച്ഛന്റെ അമ്മയുടെ സ്നേഹമൊക്കെ കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് അതില്ലല്ലോ. എന്തിനാ ഇല്ലെന്ന് പറയുന്നേ? എന്റെ സീതമ്മ നിന്റെ അമ്മയായ ഓക്കെ ആണോ? എന്താ ഞാനില്ലാത്ത കാരണം സീതമ്മയെ ഹാപ്പി ആക്കാൻ വേറെ ഏതോ കൊച്ചിനെ കൊണ്ടുവന്ന് ഞാനാണെന്ന് പറയുവാ. നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നൂടെ? സീതമ്മയുടെ കൂടെ
എനിക്ക് സീതമ്മയുടെ മകളായിട്ട് നിൽക്കാൻ പറ്റൂ? പ്ലീസ് എന്റെ വീട്ടിലേക്ക് വാ സുബി. ഇവള് നമ്മുടെ മകളല്ല. എന്തു പറ്റി സുബി? ഞാൻ വരില്ല. അതെന്താ? എന്താണെന്നാൽ അവിടെ നിന്റെ അച്ഛൻ ശ്രീരാം ദേശായി ഉണ്ടാവും. അയാള് വെറും ദുഷ്ടനാ. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരില്ല. ആ, ഒരു കാര്യം ചെയ്യ്. സീതമ്മേ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവാ. സീത, ഇതുവരെ നീ ഉറങ്ങിയില്ല? ഉറങ്ങിയതാ. ഉറക്കത്തിൽ എഴുന്നേറ്റുള്ള ഇരിപ്പാ. ഓഹോഹോ, എന്റെ ഭാര്യ ഇങ്ങനെ ഉറക്കച്ചടവോടെ ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. നീ എന്താ എന്നോട് പറയാഞ്ഞേ? നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണോ അറിയുന്നത്? അങ്ങനെയല്ല, ആക്ച്വലി ഞാൻ അശോകിന്റെ അടുത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കായിരുന്നു. നിങ്ങൾ അശോകനോട് എന്താ സംസാരിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. അറിയോ? ഞാനും അശോകും സംസാരിച്ച കാര്യമൊക്കെ സീത എങ്ങനെ കേട്ട് കാണൂ? അത് സീത, ഞാനും അവനും സംസാരിച്ചെന്താന്ന് വെച്ചാ, ഓഫീസിലെ കാര്യമല്ലേ, വേറെ എന്ത് സംസാരിക്കാണ് നിങ്ങൾ രണ്ടാളും? നിങ്ങൾ അശോകന്റെ കൂടെ ആണെങ്കിൽ എന്റെ സിഹിയുടെയും കാര്യം മറന്നുപോകും. അവന്റെ കൂടെ അങ്ങ് സംസാരിച്ച് നിൽക്കുവല്ലേ? അങ്ങനെയൊന്നുമില്ല. ഐ എം സോ സോറി സീത. നീ എന്തിനാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്? ഉറങ്ങായിരുന്നില്ലേ? നിങ്ങളില്ലാതെ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റാ? ഓ അതെയോ? നിങ്ങൾക്കതൊന്നും മനസ്സിലാവുകയില്ല. എന്നെ തന്നെ മറന്നല്ലോ. ആര് വന്നാലും ആര് പോയാലും എന്റെ ചക്കര കുട്ടിയെ മറക്കാൻ പറ്റുമോ എനിക്ക്? എന്ത് ചക്കരയോ? ആ, നീന ചക്കരയല്ലേ? ഇത്രയും ദിവസം നിങ്ങൾ സിഹിയ ചക്കര മോളെ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നെ. ഇന്നിതെന്താ വല്ലാതെ പതിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. നീ കാണാൻ വളരെ സുന്ദരിയാണല്ലോ, അതുകൊണ്ട് സ്നേഹത്തോടെ ചക്കരേന്ന് വിളിച്ച. ഇതെന്താ കെട്ടിയോനെന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതോ സീക്രട്ട്, നാളെ പറയാം. ഒരു ദിവസം സർപ്രൈസ് എന്ന് പറയും, ഒരു ദിവസം സീക്രട്ട് എന്ന് പറയും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? സീക്രട്ട് സീക്രട്ടായിട്ട് വെക്കണ്ടേ? അത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീക്രട്ട് ആവുന്ന എങ്ങനെയാ? ശരി, ഇപ്പൊ ഒരുപാട് ആലോചിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഒരുപാട് വൈകില്ലേ, വേഗം ഉറങ്ങ. പക്ഷേ റാം, എന്താ സീത? നമ്മുടെ ലൈഫിലെല്ലാം ശരിയല്ലേ റാം? ഓഫ് കോഴ്സ്. ആലോചിച്ചപ്പോ എനിക്ക് എന്തോ ശരിയില്ലാത്തതുപോലെ തോന്നുന്നുണ്ട് റാം. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല സീത, ഒരു കുഴപ്പമില്ല. നീ അധികം ആലോചിച്ച് നെഗറ്റീവായിട്ടൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എവറിത്തിങ് ഈസ് ഗോണ ബി ഫൈൻ. വാ ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് സീത. ഇനി എത്ര ബുദ്ധിമുട്ടിയായാലും ശരി, നീ ആരെയാണോ സിഹിയായിട്ട് കാണുന്നത്, എന്ത് വില കൊടുത്തു ആ കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. എടാ, ആ കുട്ടിയുടെ പേരെന്തെങ്കിലും അറിയോ? അന്നവള് ഞങ്ങളോട് വണ്ടിയിരുന്ന് എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. എന്താണെന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ബട്ട് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചോ. പേരറിഞ്ഞാ കുറച്ച് എളുപ്പമാവും. ഓക്കെ ബോസ്. ഓ മേമ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടോ പോവാണെന്ന് തോന്നുന്നു. ഇവരോട് കാര്യങ്ങളൊന്നും ഇപ്പൊ പറയരുതടാ, ഇവരത് നടക്കാൻ സമ്മതിക്കില്ല. നമ്മുടെ അശോക് സാറ് നിന്നെ ഇപ്പൊ ഓഫീസിലേക്ക് കൊണ്ടുപോവാണോ? ആക്ച്വലി ഓഫീസിലേക്കല്ല മേമ, പിന്നെ സിഹിയുടെ സ്കൂളിലേക്ക്. സ്കൂളിലേക്കോ?
ആ അന്ന് സ്കൂൾ ഡേ ഫംഗ്ഷനില് എടാ അത് മേമ അന്ന് സിഹിയുടെ സ്കൂൾ ഡേ ഫംഗ്ഷന് പോയിരുന്നല്ലോ. അന്ന് സിഹിയുടെ ടീച്ചറിനെ കണ്ടിരുന്നു. സിഹിയുടെ കുറച്ച് തിങ്സ് അവിടെ ഉണ്ട്, അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവിടോട്ട് പോവാ. ശരി മേമ്മ, എന്നിറങ്ങണ്ടേ, ലേറ്റായി. ബൈ. ബൈ. ഇവരെന്തിനായിരിക്കും സ്കൂളിൽ പോകുന്നത്? ആ രാമൻ എന്തോ പറയാൻ വന്നതാ. അപ്പൊ ആ അശോകൻ തടഞ്ഞു. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. എടാ, മേമയോട് പറഞ്ഞാലിപ്പോ എന്താടാ? മേമയോട് മാത്രമല്ലടാ, തൽക്കാലം വീട്ടിൽ ആരോടും ഈ കാര്യം പറയണ്ട. അതെന്താ? എടാ, സ്കൂളിൽ വരുന്ന ഏതൊരു കുട്ടിയെ സീത സിഹിയാണെന്ന് കരുതിയേക്കുക. ആ കുട്ടിയെ കൊണ്ടുവരാൻ പോവാണെന്ന് ഇപ്പം അവരോട് പറഞ്ഞാൽ അവർക്ക് വീണ്ടും ആവശ്യമില്ലാത്ത ഹോപ്പ് ഉണ്ടാവും. നമുക്കൊരു പക്ഷേ നമുക്ക് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും വിഷമാവും. അതുകൊണ്ട് തൽക്കാലം ആരോടും പറയണ്ട. എല്ലാവർക്കും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം, അതുപോലെ. ഫൈൻ. ശരി, പോവാം. ഒരു പക്ഷേ ആ കുട്ടിയെ കൊണ്ടുവരാൻ പറ്റിയാൽ എല്ലാവർക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും. പക്ഷേ ഭാർഗവിയും അമ്മയ്ക്ക് അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും.